ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമേ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. വരമായി ആത്മദാനമായി വരമായി ജീവശക്തിയായി അച്ഛാ, ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ വല്ലാണ്ടിപ്പം സഹിക്കുക. എന്റെ കണ്ണുനീരിന്റെ മുകളിൽ ദൈവത്തിന്റെ കാറ്റടിച്ചു. അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കിയേലേ. നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ടാകും. അതേ ജലം, കയ്പ് നിറഞ്ഞ അതേ ജലത്തെ തന്നെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, കാനായിലെ വിവാഹ വിരുന്ന് പച്ചവെള്ളം ദൈവം എന്താക്കി മാറ്റി? എന്റെ കരച്ചിലിന്റെ മുകളിൽ പന്തക്കുസ്ത, എന്റെ സഹനത്തിന്റെ മുകളിൽ പന്തക്കുസ്ത. നീ ഭൂമിയിൽ പരാജയപ്പെട്ട, നീ ഭൂമിയിൽ കരഞ്ഞ, നീ ഭൂമിയിൽ തോറ്റ അതേ അന്തരീക്ഷം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ഞാൻ ഡൽഹിയിൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിലായിരുന്ന സാഹചര്യത്തിൽ ഒരു റവറൻ സിസ്റ്റർ, കന്യാസ്ത്രീ, ആ സിസ്റ്റർ മിടുക്കിയാണ്, ഒത്തിരി കഴിവുള്ളൊരു കന്യാസ്ത്രീയാണ്. ധ്യാന മന്ദിരത്തിൽ കുറച്ച് ദിവസം പ്രാർത്ഥനയ്ക്കുമായിട്ട് വന്നു. വല്ലാണ്ട് ദുഃഖിതയാണ്. ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു സ്കൂളിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛാ, ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ വല്ലാണ്ടിപ്പം സഹിക്കുക. അച്ഛാ, എൻ്റെ സഭയിലെ തന്നെ അധികാരികള് അവര് പറഞ്ഞു, നീ തെറ്റ് ചെയ്തു. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ, തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവരങ്ങനെയാ ചിന്തിക്കുന്നേ. അതുകൊണ്ട് അച്ഛാ, എനിക്കൊരു സ്വസ്ഥതയില്ല. എൻ്റെ ഈ സന്യാസ ജീവിതത്തെ കുറിച്ച് എനിക്ക് വല്ലാണ്ട് ഭാരപ്പെടുന്നു. ആർക്ക് മനസ്സിലാകൂ? ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സിന് മനസ്സിലാവും. ഒരൊറ്റ എണ്ണം കൂടെ ഇല്ല അച്ഛാ. ഞാൻ വല്ലാണ്ട് സഹനത്തില. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി പറഞ്ഞത് സത്യ. കൂട്ടത്തിലുള്ള ആർക്കും മനസ്സിലായില്ല. കൂട്ടത്തിലുള്ള ഒറ്റെണ്ണത്തിന് മനസ്സിലാവുകയല്ല, അധികാരികൾക്കും മനസ്സിലായില്ല. പക്ഷെ ആർക്ക് മനസ്സിലാവും? സിസ്റ്ററിനെ ഈ ദൈവ വിളിയിലേക്ക് കൊണ്ടുവന്ന് ഈശോക്കറിയാം. ആർക്കും മനസ്സിലായില്ല, പക്ഷെ ഈശോക്കറിയാം. ഈ പ്രശ്നത്തിന്റെ മുകളിൽ ഒരു കാറ്റടിക്കും. ഈ കണ്ണുനീരിന്റെ മുകളിൽ ദൈവത്തിന്റെ കാറ്റടിക്കും. ഉറപ്പ് വിശ്വസിച്ചുകൊള്ളൂ. ആ ദിവസം മുതൽ തീഷ്ണതയോടെ ഈ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കൃത്യം 1 വർഷം കഴിഞ്ഞില്ല, അവരുടെ പ്രൊവിൻസിലെ കോൺഗ്രിഗേഷനിൽ അവരായിരിക്കുന്ന പ്രൊവിൻസിലെ ഇലക്ഷന്റെ അന്ന് വൈകുന്നേരം ഈ സിസ്റ്റർ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, പ്രൈസ് ദ ലോർഡ്. ഞാനും പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിച്ചു, എന്താ നല്ല സ്വരത്തിലൊക്കെ സന്തോഷമുണ്ടല്ലോ, കാരണം എന്താ? അച്ഛാ, ഇന്ന് ഞങ്ങളുടെ പ്രൊവിൻസിലെ അധികാരികളെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ ഡേ ആയിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര സന്തോഷം? അച്ഛാ, ദൈവം വലിയവനാണ്. അച്ഛനൊന്ന് പറഞ്ഞല്ലോ, എൻ്റെ ഈ കണ്ണുനീരിന്റെ മുകളിൽ കാറ്റടിക്കുമെന്ന്. അച്ഛൻ അറിയോ, ഇലക്ഷനില് എന്നെ ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന കൗൺസിലറായിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, എൻ്റെ കണ്ണുനീരിന്റെ മുകളിൽ ദൈവത്തിന്റെ കാറ്റടിച്ചു. ആ പ്രൊവിൻസിലെ ഇവരുടെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി അടുത്ത 5 വർഷത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സിസ്റ്ററിനെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമയം മുഴുവൻ കരച്ചിലും സങ്കടവും ഭാരവും, ഒറ്റപ്പെട്ട അനുഭവം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഉപേക്ഷിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളൂ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അതേ സാഹചര്യത്തിൽ തന്നെ ദൈവം പ്രവർത്തിക്കും. അതേ സാഹചര്യം തന്നെ, അതേ വ്യക്തികൾ തന്നെ, അതേ അന്തരീക്ഷം തന്നെ
പുതിയ അന്തരീക്ഷമൊന്നുമല്ല, അത് തന്നെ ദൈവം അത് കൃപയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉള്ളവർ ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അത് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തോ. ഈ വിഷയത്തിൽ തന്നെ ഇത് പഠിക്കാൻ നല്ല സുന്ദരമായൊരു വചനഭാഗം, അത് പുറപ്പാടിന്റെ പുസ്തകം, ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ ചിലരുടെയൊക്കെ മനസ്സിൽ തെളിയും. 14-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? 14-ാം അധ്യായം, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. എന്ത് കടന്നു? കടല് കടന്ന ജനം ദേ കരയ്ക്കിറങ്ങി. നല്ല ദാഹമുണ്ട്, കുടിക്കണം, വെള്ളം കുടിക്കണം. വചനം വായിക്കാം. ചില കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22 മുതൽ. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. കേട്ടോ? മരുഭൂമി, അതിന് തൊട്ട് മുമ്പ് എവിടെയായിരുന്നു? കടലിലെ വെള്ളം കഴിഞ്ഞ് പിന്നെ മരുഭൂമി. ഇസ്രായേൽക്കാരുടെ അവസ്ഥ നമ്മൾ ആലോചിച്ചോണേ, അല്ലേ? എന്തെല്ലാം അനുഭവങ്ങളാ. ഇവിടെ ഇരിക്കുന്ന ചിലരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, അല്ലേ? അപ്പൊ കടല് കടന്ന ജനം മരുഭൂമിയിൽ 3 ദിവസമായിട്ട് നടപ്പാണ്. മരുഭൂമിയിൽ 3 ദിവസമായിട്ട് നടക്കുന്നു, അല്ലേ? എന്നിട്ട് നടന്നിട്ട് എത്ര ഉണ്ടോ? എവിടെ എത്താൻ? ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 23-ാം വചനം, അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. ഏതാ സ്ഥലം? മാറ. പറഞ്ഞേ, മാറ. വചനം പറയുന്നു, അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ആ കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്നു പേര് നൽകപ്പെട്ടു. എത്ര ദിവസം നടന്നു ക്ഷീണിച്ചു? 3 ദിവസം. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. അവര് മാറ എന്നൊരു സ്ഥലത്ത് വന്നപ്പോ വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം കുടിക്കാൻ പറ്റണില്ല. കയ്പ് കുടിക്കാൻ പറ്റണില്ല. ഉടനെ തന്നെ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? പറഞ്ഞേ, എന്താ അവരുടെ ഒരു സ്വഭാവ പ്രത്യേകത? എന്താ? നമ്മുടെയും പ്രത്യേകത അത് തന്നെയാ. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു നോക്കിയേ. അവരുടനെ തന്നെ മാറി എന്ന് മുട്ടുകുത്തി യഹോവേ ദൈവമേ വിളിച്ചോ? ഇല്ല. പിന്നെ അവരെന്ത് ചെയ്യും? അവര് മോശയ്ക്കും സർവശക്തനായ ദൈവത്തിനുമെതിരെ പിറുപിറുപ്പ്. നമ്മുടെ സ്വഭാവത്തിലുണ്ടോ? ഉണ്ടല്ലോ. അതേ ഉള്ളൂ, അല്ലേ? ചിലർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേറെ ഒരു പരിപാടിയില്ല, പിറുപിറുപ്പ് മാത്രമേ ഉള്ളൂ. പിറുപിറുപ്പ് മാത്രം. പിറുപിറുക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള പ്രത്യേകത എന്താ? അവരൊരിക്കലും സംതൃപ്തരല്ല. എന്തു കൊടുത്താലും അവരെപ്പോഴും പിറുപിറുത്തോണ്ടിരിക്കും. കടല് കടന്ന വലിയ അത്ഭുതം കണ്ടവരാണ്, അല്ലേ? ഇത്രയും വലിയ അത്ഭുതം കണ്ടവരാണ്. ദൈവത്തിൽ ആശ്രയിക്കണ്ടേ? അതിനു പകരം അവര് പിറുപിറുത്തു. തൊട്ടടുത്ത വചനം, 24-ാം വചനം, ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഞങ്ങൾ എന്ത് കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആരാണ് അവൻ? മോശ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു. തടിക്കഷണം എവിടെയുണ്ട്? ഈ തടിക്കഷണം ചെങ്കടലിലാണോ? അല്ല, അവിടെ തന്നെയുണ്ട്. അവിടെ തന്നെയുള്ള തടിക്കഷണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. അങ്ങോട്ട് നോക്കിയേ. ഇസ്രായേൽ ജനം സ്വഭാവം എന്താണ്? പിറുപിറുപ്പ്. നമ്മുടെയൊക്കെ സ്വഭാവം പിറുപിറുപ്പ്, ആവലാതി, അസ്വസ്ഥത, എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവ രീതി. എന്നാൽ മോശ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അതേ ജലത്തെ തന്നെ വേറെ ജലം കൊണ്ടുവന്നോ?
കൊണ്ടുവന്നോ? ഇല്ല. കയ്പുള്ള അതേ വെള്ളത്തെ തന്നെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. കയ്പുള്ള അതേ വെള്ളത്തെ തന്നെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്താവിനെ ഓർത്തുകൊണ്ട് കംപ്ലൈന്റുമായിട്ട് എന്താ പറഞ്ഞേ? അയ്യോ, ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇയാളെ കൊണ്ട് ഞാൻ മടുത്തു, ഉത്തരവാദിത്വമില്ല, മദ്യപാനിയാണ്, എന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമാണ്, കയ്പാണ്, കയ്പ് കയ്പ് കയ്പ്. എന്നാൽ ദൈവം അതേ കയ്പിനെ മധുരമുള്ളതാക്കി മാറ്റി. അതേ ഭർത്താവിനെ ദൈവം അനുഗ്രഹമുള്ളൊരു വ്യക്തിയാക്കി മാറ്റി. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കളെ കുറിച്ച് പരാതിയുണ്ടോ? എൻ്റെ മകൻ ഉത്തരവാദിത്തമില്ല, എൻ്റെ മകൻ പറഞ്ഞാൽ കേൾക്കില്ല, അവൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല, താൻ തോന്നിയാണ്. ദേ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് മക്കളെ തന്നത് ആരാ? പറ. നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? അല്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ തോന്നും ഇതെന്റെ കഴിവല്ലെന്ന്. ദൈവം തന്നതല്ല നിന്റെ മക്കൾ. ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി നിന്റെ മക്കളെ കുറിച്ചില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവന്റെ അനുസരണക്കേട്, അവന്റെ കഴിവില്ലായ്മ, ഉത്തരവാദിത്തമില്ലായ്മയുടെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങും. നിന്റെ കണ്ണുനീരിന്റെ മുകളിലാ പറന്നിറങ്ങുന്ന, കുറ്റം പറച്ചിലിന്റെ നടുവിലല്ല. അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കിയേലേ. നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പണ്ടൊരമ്മ, അമ്മയുടെ പേര് മോനിക്ക എന്ന അമ്മ എന്നിട്ട് ഒരു ബിഷപ്പിനോട് പറഞ്ഞു, ബിഷപ്പിനറിയോ എന്റെ മകൻ താൻ തോന്നി, ഉത്തരവാദിത്വമില്ലായ്മ, പാപിയാണ്, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ ബിഷപ്പിന്റെ പേര് അംബ്രോസ്. എന്ന ബിഷപ്പ് ഈ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കരച്ചിലിന് ഉത്തരവുണ്ടാവും. മകന് വേണ്ടി ഇത്രയും കരയുന്ന അമ്മയെ ഒരു കാര്യം ഉറപ്പിച്ചോ, അമ്മയുടെ കരച്ചിലിന് ഉത്തരമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ചരിത്രം മുന്നോട്ട് നീങ്ങി. ആ മകന്റെ പേര് അഗസ്റ്റിൻ. അവൻ വിശുദ്ധ അഗസ്റ്റിനായിട്ട് മാറി. അമ്മയുടെ പേര് മോനിക്കാമ്മ, വിശുദ്ധ മോനിക്കാമ്മയായി മാറി. പ്രാർത്ഥിച്ച അംബ്രോസ് വിശുദ്ധ അംബ്രോസ് ആയിട്ട് മാറി. എങ്ങനെ സംഭവിച്ചു? ആ കണ്ണുനീരിന്റെ മുകളിൽ ദൈവത്തിന്റെ കാറ്റടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുരിശുയർന്ന മണ്ണിൽ ദൈവത്തിന്റെ കാറ്റടിക്കും. കുരിശുയർന്ന മണ്ണിൽ അത് സംഭവിക്കും. ഇന്ന് നിന്റെ വീട്ടിൽ നീ കരയുന്ന, സങ്കടപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെ മാറായിലെ ജലം, കയ്പ് നിറഞ്ഞ ജലം, അതേ ജലത്തെ ദൈവം മധുരമുള്ളതാക്കി മാറ്റിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നീ വിശ്വസിച്ചോ, നിന്റെ കൈപ്പേറിയ അനുഭവങ്ങളെ ദൈവം മധുരമുള്ളതാക്കും. എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും, എത്ര വലിയ അസ്വസ്ഥതയുടെ നടുവിലാണെങ്കിലും, നീ ഇത് വിശ്വസിക്കാമെങ്കിൽ നിന്നിൽ ഇത് സംഭവിക്കും. വലതുകര ഉയർത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഇത് നിന്നിൽ സംഭവിക്കട്ടെ എന്ന് പറ. ഇത് നിന്നിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതേ ജലത്തെ തന്നെ അല്ലേ, അതേ ജലം, കയ്പ് നിറഞ്ഞ അതേ ജലത്തെ തന്നെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, കാനായിലെ വിവാഹ വിരുന്ന്, പച്ചവെള്ളം ദൈവം എന്താക്കി മാറ്റി? വീഞ്ഞാക്കി മാറ്റി. അതേ ജലത്തെ തന്നെ, അതേ ജലം, വേറെ പുറത്തുനിന്ന് കൊണ്ടുവന്നൊന്നല്ല, അതേ സ്ഥലം, അതേ അന്തരീക്ഷം, അതേ ആളുകൾ, അത് തന്നെ ദൈവം ക്രമീകരിക്കും. പഴയ നിയമത്തില് നമ്മള് യാക്കോബിനെ കുറിച്ച് വായിക്കുന്നൊരു സുന്ദരമായ വചനഭാഗമുണ്ട്. ഇന്ന് തുറന്നേ, ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 28, അതിന്റെ 17, 18, 19. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 17, 18, 19. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യാക്കോബ്
യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം? യാക്കോബിന്റെ സ്വഭാവം പോലെ തന്നെയാ. എന്താ സ്വഭാവം? യാക്കോബിന്റെ സ്വഭാവം ചതിയ, അല്ലേ? ചതിയൻ, അതാണ് ആ വാക്കിന്റെ അർത്ഥം, ചതിയൻ. യാക്കോബ് സ്വന്തം സഹോദരനെ ചതിച്ചു, അല്ലേ? അനുഗ്രഹം പിടിച്ചു മേടിച്ചു, എന്നിട്ട് പോയ ഇടങ്ങളിലൊക്കെ സമാധാനം കിട്ടിയോ? എവിടെ? ഒട്ടും സമാധാനം കിട്ടിയില്ല. യാക്കോബ് പിന്നീട് തിരിച്ചു വരുന്നതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കും. അവന്റെ സ്വഭാവത്തെ ദൈവം അടിമുടി മാറ്റിമറിച്ചു, അല്ലേ? അവന്റെ പേര് തന്നെ കർത്താവ് എടുത്തു മാറ്റി. യാക്കോബിന്റെ പേര് മാറ്റി. എന്താ പേര് കൊടുത്തേ? ഇസ്രായേൽ. യാക്കോബിന്റെ സ്വഭാവം മാറ്റി, പേര് മാറ്റി, ഇസ്രായേൽ. ഒരു സ്ഥലത്തിരുന്ന് ഈ യാക്കോബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 17, 18, 19 വചനം ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ അറിഞ്ഞില്ല. ഭീതി പൂണ്ടവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്. ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിന്റെ കവാടമാണിവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിൻ്റെ മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. ആദ്യത്തെ പേരെന്തായിരുന്നു? ലൂസ്. ലൂസ് അതിനെന്താക്കി മാറ്റി? ബഥേൽ എന്നാക്കി മാറ്റി. ബഥേൽ സ്വർഗം തുറന്ന സ്ഥലം, സ്വർഗം തുറന്ന സ്ഥലം, അനുഗ്രഹം തുറന്ന സ്ഥലം. പരാജിതന്റെ ശിരസിന്റെ മുകളിൽ ദൈവം അനുഗ്രഹം തുറന്നു. ബഥേൽ. ഇതൊരു പാഠമാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വിശ്വസിച്ചോണം. വെറുതെ വായിച്ച് യാക്കോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് എന്നല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. നീ അത് വിശ്വസിച്ചോ? നിന്റെ ഭാരം, നിന്റെ കണ്ണുനീര്, നിന്റെ ദുഃഖം, ഒരുപക്ഷെ പിശാച് തലക്കിരുന്നുണ്ട് ചിലരോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ബൈബിളിലല്ലേ, പ്രായോഗിക ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ പോട്ടാശ്രമത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഈ മണ്ണ്, 365 ദിവസവും ഇതുപോലെ വചന ശുശ്രൂഷ നടത്തപ്പെടുന്ന മണ്ണ്. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിൽ ദിവസവും പ്രഘോഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ കണ്ണുനീരിന്റെ മുകളിൽ കുരിശുയർന്ന സ്ഥലത്ത് ദൈവത്തിന്റെ കാറ്റടിക്കുമെന്നുള്ള വലിയ പച്ച പരമാർത്ഥം. പ്രൈസ് ദി ലോർഡ്. സൗദി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട മറ്റൊരു വ്യക്തി, സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിക്കണേ. അത് പൂർവ്വ യൗസേപ്പാണ്. ഔസേപ്പ്. ഈ ഔസേപ്പിനെ സഹോദരന്മാർ എന്ത് ചെയ്തു? അവരൊത്തിരി സ്നേഹിച്ചല്ലേ? അവരുടെ സ്നേഹം കൂടി കഴിഞ്ഞപ്പോ എന്തു പറ്റി? സ്നേഹം കൊണ്ടാണോ? കുശുമ്പും അസൂയയും വെറുപ്പും കൊണ്ട് സ്വന്തം സഹോദരനായ യൗസേപ്പിനെ അവർ പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം വായിച്ച് 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 അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന കാഴ്ചയുണ്ട്. എന്താണെന്നറിയാവോ? അതേ സഹോദരങ്ങൾ തന്നെ. വേറെ സഹോദരങ്ങളാണോ? അല്ല. പൊട്ടക്കിണറ്റിലിട്ട അതേ സഹോദരങ്ങൾ തന്നെ ഔസേപ്പിന്റെ മുമ്പിൽ വന്ന് യാചിക്കും, അല്ലേ? ഈജിപ്തിലെ ഭരണാധികാരിയായി കഴിയുമ്പോൾ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പിന്റെ മുമ്പില്, അല്ലേ, ജോസഫിന്റെ മുമ്പില് അതേ സഹോദരങ്ങൾ വന്ന് കരയാൻ തുടങ്ങും. അതേ സഹോദരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്നവര് ഒരുപക്ഷെ ചിലർക്കൊക്കെ വലിയൊരു സങ്കടമുണ്ട്, ചിലർക്കെങ്കിലും ഒക്കെ, അല്ലേ? കുടുംബത്തില് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേട്ടൻ, അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ എൻ്റെ സഹോദരന്മാരോട് മിണ്ടാറില്ല അച്ഛാ, അവരോട് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഇദ്ദേഹമാണ് അവരുടെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടത്. അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. സമ്പത്തൊക്കെ ഉണ്ടാക്കി നല്ലൊരു വീടൊക്കെ പണിതു, സഹോദരങ്ങളെയൊക്കെ പഠിപ്പിച്ചു. അവസാനം സഹോദരങ്ങളെയൊക്കെ പഠിപ്പിച്ച് കല്യാണമൊക്കെ കഴിച്ചൊരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് സ്വത്ത് വീതം വെപ്പ്. ഈ സഹോദരന്മാര് ഇദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ സങ്കടം.
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എനിക്ക് അർഹിച്ചതൊന്നും കിട്ടിയില്ല. ഞാൻ ഇത്രയും എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുത്തതല്ലേ, ഇത്ര അധ്വാനിച്ചതല്ലേ, അവരെന്നെ പരിഗണിക്കേണ്ടതല്ലേ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല. അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയോ? അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അതിനുശേഷം ഇയാൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിലൊക്കെ എത്തി. ഇപ്പൊ ഇച്ചിരി പ്രശ്നത്തിലാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, സഹോദര, മിണ്ടാതെ ഇരിക്കുന്ന അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവരോട് മിണ്ടിയിട്ടില്ല. ആ സഹോദരങ്ങളോട് പോയി മിണ്ടണം, സംസാരിക്കണം, ആ സഹോദരന്മാരുടെ മുമ്പിലോട്ട് ചെല്ലണം. ഇദ്ദേഹം ആദ്യമൊന്നും തയ്യാറായില്ല, സാവധാനം തയ്യാറായി. ഈ സഹോദരന്മാരുടെ വീടുകളിലൊക്കെ ചെന്നു. വലിയ സന്തോഷമുണ്ടായി. ഞാൻ പറയാൻ വന്ന കാര്യം, ഇദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിർത്തി: അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഈ സഹോദരന്മാരെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞിരുന്നത്, ഈ സഹോദരന്മാരെ ഓർത്തുകൊണ്ടാണ് വിഷമിച്ചിരുന്നത്. കാരണം അവരെന്നെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ല, അർഹിക്കുന്നത് എനിക്ക് കിട്ടിയില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ കണ്ണുനീരിൻ്റെ മുകളിൽ എൻ്റെ സഹോദരന്മാരിലൂടെ ചില കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കരച്ചിലിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കാറ്റടിക്കുന്നു. എൻ്റെ കരച്ചിലിൻ്റെ മുകളിൽ പന്തക്കുസ്ത, എൻ്റെ സഹനത്തിന്റെ മുകളിൽ പന്തക്കുസ്ത. ജെറുസലേം വിട്ടു പോകരുതെന്ന് വചനം പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം, ഈ സഹനമുണ്ടായ രക്തം വീണ മണ്ണിൽ ദൈവത്തിന്റെ കാറ്റടിക്കും. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറ: ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സമയം കിട്ടുമ്പോ വായിച്ചു ധ്യാനിക്കാൻ ഒരു വ്യക്തിയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അത് നമ്മുടെ പ്രിയപ്പെട്ട പത്രോസാണ്. പത്രോസ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നമ്മൾ ഈ പത്രോസിനെ കുറിച്ച് വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞത് എവിടെ വെച്ചാ ഓർമ്മയുണ്ടോ? പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ സ്ഥലം, അന്തരീക്ഷം എവിടെ വെച്ചാ? തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. എത്ര തവണ? 3 തവണ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ഈശോ ഈ പത്രോസിനെ വീണ്ടും സ്നേഹിക്കുന്നൊരു രംഗമുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? പത്രോസിനെ വീണ്ടും തീ കായുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈശോ ക്ഷണിക്കും. മീൻ പിടിച്ചിങ്ങ് കയറി വരുമ്പോൾ ഈശോ ഇവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നു. തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷം. ഈ അന്തരീക്ഷം പത്രോസിന്റെ ഉള്ളിൽ ഓർമ്മ വരണം: ദൈവമേ, ഇതേ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഉപേക്ഷിച്ചത്. തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവനോട് 3 പ്രാവശ്യം ചോദിച്ചു. ചോദ്യം എന്നതാ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മൾ ഓർക്കണം, അതേ അന്തരീക്ഷം, അതേ സാഹചര്യം, നീ ഭൂമിയിൽ പരാജയപ്പെട്ട, നീ ഭൂമിയിൽ കരഞ്ഞ, നീ ഭൂമിയിൽ തോറ്റ അതേ അന്തരീക്ഷം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണ്, സങ്കടമാണ്, ഭാരമാണെന്ന് കരുതി വീട് വിട്ടു പോകാനല്ല ചിന്തിക്കേണ്ടത്, നാട് വിട്ടു പോകാനല്ല ചിന്തിക്കേണ്ടത്, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് ഇന്നത്തെ നിന്റെ കണ്ണുനീരിന്റെ പ്രശ്നത്തിന്റെ ഒത്ത നടുവിലിരുന്ന് നീ പ്രാർത്ഥിച്ചോ, അവിടെ ദൈവം കാറ്റ് വീശും. ദൈവം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കും. വിശ്വാസമുള്ളവരെല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. ചാടി എഴുന്നേറ്റേ. നീ വിശ്വസിച്ചോണം. വലതുകര ഉയർത്തിപ്പിടിച്ചേ, ഇടതുകര നെഞ്ചോട് ചേർത്തെ നിവർന്നു നിന്നേ. നന്നായിട്ടൊന്ന് വലതുകര ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് നമ്മളോട് തന്നെ പറയണം: ഞാൻ കരഞ്ഞ മണ്ണിൽ, ഞാൻ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത്, ഞാൻ പരിഹസിക്കപ്പെട്ട സ്ഥലത്ത്, ഞാൻ ഒറ്റപ്പെട്ട സ്ഥലത്ത്, ഞാൻ വെറുക്കപ്പെട്ട സ്ഥലത്ത്, ഞാൻ തെറ്റിദ്ധാരിക്കപ്പെട്ട സ്ഥലത്ത്, എന്നെക്കുറിച്ച് നാട്ടുകാരില്ലാ കഥകൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ
എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെ മാനിക്കും, എന്നെ ഉയർത്തും. കാറ്റടിക്കും, ദൈവത്തിന്റെ കാറ്റടിക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലത് ഇടത് നിൽക്കുന്നവർക്കൊക്കെ കൈ കൊടുത്തോണ്ട് പറ, ഇത് നിന്നിൽ സംഭവിക്കട്ടെ. ഓ കർത്താവേ, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധികബലം നിന്റെ അസ്ഥികൾക്കേകും, അധികബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും വറ്റാത്ത തേനരുവി നീ ആയിത്തീരും. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, തേനരുവി പോലായി ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഓ കർത്താവേ, തേനരുവി പോലായി രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 58-ാം അധ്യായം 11-12 ഈ ദൈവജനത്തിൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീറുറവയും പോലെയാകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്ന്, ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്ന് വിളിക്കപ്പെടും. കർത്താവേ, ഇത് സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം, എന്റെ ദൈവം ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എന്റെ കൂടെയുണ്ട്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചത് വിശ്വസിച്ചോ? യെസ്, ഇതെന്നിൽ സംഭവിക്കുന്നു. കർത്താവെ, ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങെന്നിൽ ഇടപെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യെസ് കർത്താവെ, ഞാൻ ഏറ്റെടുക്കുന്നു. ജോലി മേഖലയിൽ ഭാരങ്ങളൊക്കെയുള്ള ഒത്തിരി പേർക്ക് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് കൃത്യമായ ചില ബോധ്യങ്ങൾ നൽകുന്നു. കർത്താവിൻ്റെ കരുണ നിന്നിൽ ഒഴുകപ്പെടുകയാണ്. യേശു നിന്നിൽ ഇടപെടുന്നു. യേശു നിന്നിൽ ഇടപെടുകയാണ്. അത്ഭുതകരമായ കൃപകളാണ് ഒഴുകുന്നത്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. ഇന്ന് നീ കടന്നു പോകുന്ന ഈ ഞെരുക്കം, ഈ ഭാരം, ഈ കുറവ് കർത്താവ് ഒരു അനുഗ്രഹമായിട്ട് മാറ്റും. യെസ്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. കർത്താവ്, ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. 5 അപ്പം 10,000 വീതം വെച്ച് കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഞാനത് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയത് മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ താമസിച്ചുള്ള ആന്തരിക സൗഖ്യ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കുംഭസാര ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഒന്ന് ഒരുക്കാമോ? കർത്താവെ, ധ്യാനം കൂടുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. കൃപ നിറയപ്പെടട്ടെ. കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. മാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ